ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസിൻ്റെ ഡേ 52ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ആ സെയിം ടാസ്ക് തന്നെയാണ് കണ്ടിട്ട് ബോട്ടിൽ ഫാക്ടറിയുടെ സെക്കൻഡ് ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെയും ഈ പറഞ്ഞ പോലെ ടാസ്ക് അവർ മാക്സിമം കോളാക്കി കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞ പോലെയായി. കാരണം എനിക്കൊന്നും അവർക്ക് നല്ലൊരു ടാസ്ക് കൊടുത്തത്, അത് അവർക്ക് അതിനെക്കുറിച്ചിട്ട് നേരെ അവർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ചില സമയത്ത് അവർ എന്തിനോ വേണ്ടി കളിക്കുക, പിന്നെ ടാസ്ക് അവസാനം അതെങ്ങനെയെങ്കിലും കൊളാക്കുക, അതൊരു എൻഡ് ചെയ്യുക, അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക്. ഇപ്പോൾ ഒരാൾക്ക്, കാരണം ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതുവഴി കോയിൻ കൂടുതൽ ആർക്കാണോ കിട്ടുന്നത് അവർ അടുത്ത വീക്കിലെ നോമിനേഷൻ ഫ്രീ ആയിരിക്കുമെന്ന്. അപ്പോൾ അത് കാരണം തന്നെ ഇപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടരുതെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ആ വീട്ടിനകത്ത് എല്ലാവരും കളിക്കുന്നത്. ഇപ്പം ഇന്നലെ തന്നെ നമ്മൾ കണ്ടു പുതിയൊരു ഇപ്പോൾ ഷാനവാസ് വന്നു നവീന് പകരമായിട്ട്, അതേപോലെ ജിഷിന് പകരമായിട്ട് സാബുമാൻ വന്നു. പക്ഷേ ജിഷിൻ നല്ലൊരാളായിരുന്നു എനിക്ക് തോന്നി. കാരണം അനുമോൾക്ക് പകരം അവിടെ അനുമോളാണ് പോയത് ജിഷിന് പകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇന്നലത്തെ ടാസ്ക് നന്നായി വന്നേനെ. കാരണം അനുമോളാണ് പലതും ഇത് ചെയ്യാൻ പറ്റില്ല, അത് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഇഷ്യൂസ് വരുത്തിയത്. പക്ഷേ അനുമോൾക്ക് പകരം ജിഷിനാണെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഒരു ഇതായിട്ട് കളിച്ചിട്ട് എല്ലാവർക്കും കോയിൻസ് കിട്ടുന്നതിന് ഒരു ഇത് വന്നേനെ ഇന്നലെ. പക്ഷെ എന്തായാലും എന്താ പറയുക, കണ്ടസ്റ്റൻസിൻ്റെ വോട്ട് നോക്കിയിട്ടാണ് എനിക്കൊന്ന് ഒരു വോട്ടിനും മറ്റോ വ്യത്യാസത്തിലാണ് ജിഷൻ ഇന്നലെ ജയിലിൽ പോയിട്ട് പകരം സാബുമാൻ വന്നത്. സാബുമാൻ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്നലെ സാബുമാൻ്റേതായിട്ടുള്ള നല്ലൊരു ഗെയിം കളിച്ചിട്ടുണ്ട്. കാരണം അനുമോളുടെ സൈഡ് പിടിച്ചിട്ടും അനുമോൾ കുറേ സാബുമാനെ അനുമോളുടെ ഒപ്പം നിർത്താനും എന്താ പറയുക കുറേ കൺവിൻസ് ചെയ്യാനും എല്ലാം നോക്കി. പക്ഷേ സാബുമാൻ്റെ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടും എല്ലാം അനുമോൾ പറയുന്നത് അതുപോലെ തന്നെ ചെയ്തിട്ടൊന്നുമില്ല. സാബുമാൻ്റെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളും അപ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള സാബുമാൻ്റെ കാഴ്ചപ്പാടും എല്ലാം പറയുന്നുണ്ട്, പോയിൻറ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ലൊരു ഗെയിമറായിരുന്നു ഇന്നലെ സാബുമാൻ. പിന്നെ അതേപോലെ നവീൻ പോയത് ഒബ്വിയസ്ലി നവീൻ നല്ലൊരു ഗെയിമറേ ആയിരുന്നില്ല, ഓണറിൻ്റെ ആ ഒരു എന്താ പറയുക ജ്യൂസ് ഫാക്ടറിയുടെ ഓണറായിട്ട്. കാരണം എന്തിനോ വേണ്ടി ഇത് പറയുന്ന പോലെ ബോട്ടിൽ കളക്ട് ചെയ്ത് ജ്യൂസ് കൊടുത്തു. പക്ഷേ ഇൻ കേസ് ഇപ്പോൾ അത് അപ്രൂവ് ആയില്ല, മൊത്തത്തിൽ റിജക്റ്റ് ആക്കി വിട്ടാലും ഇപ്പം അനീഷ് ചോദിക്കാൻ പോകുന്നത് പോലെ നവീൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റെപ്പ് ഒന്നും എടുത്തിട്ടില്ല. അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ റിജക്റ്റ് ആയി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ്. അതിന് എന്താ പറയുക പോയി ചോദിക്കുക, അപ്പീൽ ചെയ്യുക, എന്തിനാണ് റിജക്റ്റ് ചെയ്തത്, കുറച്ചും കൂടെ അപ്രൂവ് ചെയ്തുകൂടെ, അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻസോ ഒരു പോയിൻറ്റ്സോ ഒന്നും നവീൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടില്ല. അതുകൊണ്ട് തന്നെ നവീൻ പോയത് കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരു അത്ഭുതമില്ല. പകരം ഷാനവാസ് വന്നു. ഷാനവാസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ചൊന്നും ഷാനവാസിൻ്റെ സൈഡിൽ എനിക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ തോന്നിയില്ല. പിന്നെ പകരം ആര്യനാണ്. പിന്നെ വേറൊരു ജ്യൂസ് ഫാക്ടറി മൂന്നാമത് വന്നത് ആര്യനാണ്, മാംഗോ ഫാക്ടറി. എനിക്ക് തോന്നുന്നു പിന്നെയും ആര്യൻ കുറച്ചും കൂടെ നന്നായിട്ട് ഇന്നലത്തെ ടാസ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനീഷും ഇന്നലെ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആര്യൻ്റെ 2 ബോട്ടിൽ അവർ സെലക്ട് ചെയ്തു. പക്ഷേ അനീഷിൻ്റെ ഇതിൽ ഒരു മുടി എന്തോ കിടക്കുന്ന കണ്ടു പറഞ്ഞിട്ട് മൊത്തത്തിൽ റിജക്റ്റ് ചെയ്യുക ചെയ്തത്. അത് ഒബ്വിയസ്ലി പറഞ്ഞ പോലെ ശരിയാണ്. കാരണം അത് എല്ലാം ഒരുമിച്ചാണ് കലക്കുന്നത്. അപ്പോൾ ഒന്നിൽ മുടി കൊണ്ടുപോകാൻ പറ്റിയതെല്ലാം ഹൈജീൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരും. അപ്പോൾ അത് അവർ റിജക്റ്റ് ചെയ്തതുകൊണ്ട് അവരെ നമുക്ക് കുറ്റം പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ അനീഷ് അവിടെ ചെയ്തത്, അനീഷിന് എന്തായാലും എല്ലാവരും റിജക്റ്റ് ചെയ്തു. എന്നാലും വേറെ ആരുടെയും എന്താ പറയുക സെലക്ട് ചെയ്യരുത്, എല്ലാവരുടെയും റിജക്റ്റ് ചെയ്യണം പറഞ്ഞിട്ടാണ് അനീഷ് പിന്നെ എല്ലാ ബോട്ടിൽസ് എടുത്തിട്ട് താഴെ വലിച്ചേർന്ന് അതിൽ മേലെ ചവിട്ടി കാര്യങ്ങളെല്ലാം ചെയ്ത് ആകെ നാശാക്കിയത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് അവർ പറയുന്നുണ്ട് ഈ 2 ബോട്ടിൽ അപ്രൂവ് ചെയ്ത 2 ബോട്ടിൽ ഭയങ്കര സേഫായിട്ട് ജിസൈലിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വരുന്നുണ്ട്. അവരുടെ കയ്യിലുള്ള ബോട്ടിൽ ഇവർക്ക് കൊടുത്തു, പക്ഷെ അത് ഇതല്ല വേറെ ബോട്ടിൽ മാറി എന്ന് പറഞ്ഞിട്ട് അവസാനം അവരുടെ കയ്യിൽ അപ്രൂവ് ചെയ്ത ബോട്ടിലില്ല പറഞ്ഞിട്ട് ആ ടാസ്ക് ഇന്നലെയും ഈ പറഞ്ഞ പോലെ ഡിസ്ക്വാളിഫൈ ആയി, ആർക്കും പോയിൻറ്സും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇതന്നെ തോന്നുന്നു എനിക്ക് മറ്റുള്ള എല്ലാ ഹൗസ്മേറ്റ്സും എനിക്ക് പറയാൻ പറ്റില്ല. ചില ഹൗസ്മേറ്റ്സിൻ്റെങ്കിലും ഉദ്ദേശം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് കിട്ടിയില്ല വേറെ ആർക്കും കിട്ടരുത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവിടെ. അപ്പോൾ എന്താണെങ്കിലും ടാസ്ക് ആകെ കോളാക്കി. അപ്പോൾ ബിഗ് ബോസിന് മനസ്സിലായി ഈ ആഴ്ച ആർക്കും ഇമ്മ്യൂണിറ്റി ഇത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. എന്താണെങ്കിലും അത് കഴിഞ്ഞിട്ട് അവസാനം എനിക്ക് തോന്നുന്നു ഒരു ഡിബേറ്റ് വെച്ചിരുന്നു. അത് പ്ലസ്സിലാണ് കാട്ടിയത്, PV പ്ലസ്സിലായിരുന്നു. അതിനകത്ത് 2 ടീമായിട്ട് തിരിച്ചിട്ട് ചെറിയ ഓരോരോ ടോപ്പിക്സ് കൊടുക്കും, അതിനെക്കുറിച്ചിട്ടുള്ള ഡിബേറ്റ് ആയിരുന്നു. പക്ഷേ ആ ഡിബേറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നേരെ ചൊവ്വേ അവർ പറയുന്നില്ല. ഇപ്പം 1-2 ടോപ്പിക്ക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട്, അതേപോലെ എന്താ പറയുക ഈ ടാസ്കിൽ തമ്മിലുള്ള ഓരോ ടോപ്പിക്കുകളൊക്കെയാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്, ഡിപ്ലോമാറ്റിക് അങ്ങനെ എല്ലാത്തിനെയും കുറിച്ചിട്ട്. പക്ഷേ അതുപോലും ഇവർ നേരെ ചൊവ്വേ ഇവരുടെ ഒരു ബുദ്ധിപൂർവ്വം ഇവർ കളിച്ചിട്ടില്ല. കാരണം
ഇവരതും ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ എന്താ പേഴ്സണൽ ഗ്രിഡ്ജ് വെച്ചിട്ടും എല്ലാം എന്താ പറയുക അങ്ങനെയാണ് അവർ ആ ഡിബേറ്റും മുന്നിൽ കൊണ്ടുപോയത്. എന്താണെങ്കിലും അതും ആകെ കൊളാക്കി കയ്യിൽ കൊടുത്തു എന്നുള്ളൊരു ഇതായിരുന്നു ഇന്നലത്തെ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് കണ്ടത് നമ്മൾ ഇന്നലെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡ് ഉണ്ടാക്കുന്നതിനിടയിൽ ആസ് യൂഷ്വൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. ഷാനവാസ് നേരെ ക്ലീൻ ചെയ്യാൻ ചപ്പാത്തി പരത്താൻ വിളിച്ചപ്പോൾ ഷാനവാസ് എൻ്റെ അടുത്തേക്ക് പറയേണ്ടത് എൻ്റെ കൈ ക്ലീൻ അല്ല, ഞാൻ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെയാണ്. കാരണം കിച്ചണിൽ എപ്പോഴും ഇഷ്യൂ ഉണ്ടാവും എല്ലാ ദിവസവും. എനിക്കൊന്നും ടാസ്ക് വരുമ്പോൾ മാത്രമാണ് കിച്ചണിൽ ഇഷ്യൂ ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായി കണ്ടത്. പിന്നെ ഇവരുടെ ലക്ഷറി ബഡ്ജറ്റിലുള്ളൊരു ടാസ്ക് അതെന്താണെങ്കിലും എല്ലാവർക്കും കിട്ടി. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എനിക്ക് തോന്നുന്നു ഇന്ന് തേർഡ് ഡേ ആ തോന്നുന്നു. എനിക്കറിയില്ലെന്ന് അവർ ആ ടാസ്ക് എനിക്ക് തോന്നുന്നു ഇന്നലത്തോടു കൂടി ആ ടാസ്ക് നിർത്തിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം ബിഗ് ബോസിന് മനസ്സിലായി ഇവർക്ക് എന്ത് ടാസ്ക് കൊടുത്താലും അത് അവരുടെ 100% ഇതായിട്ട് അവർ കളിക്കുന്നുമില്ല, ഒരു യൂസ് ആവുന്നില്ല ആ ഒരു ടാസ്ക്. അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കാരണം ഇവർക്ക് ഇതിനുള്ള പല ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതൊരു ഗെയിം സ്പിരിറ്റായി എടുക്കാണ്ട് ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആൾക്കും കിട്ടരുത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇവർ മാക്സിമം അത് കൊളാക്കുകയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് തോന്നുന്നു ആ ടാസ്ക് ഇന്നലത്തോടുകൂടി തീർന്നുണ്ടാവും. ഇന്ന് ആ ടാസ്ക് ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഇന്ന് വേറൊരു ഇത് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. അത് നമുക്ക് എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.